നമസ്കാരം. ഞാൻ ഇന്ന് കഴുത്ത് വേദനയെ നമുക്ക് എന്തൊക്കെ രീതിയിൽ കുറയ്ക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ഇന്ന് ഒരുപാട് പേർക്ക് കഴുത്ത് വേദനയായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് കാരണം നമ്മുടെ ഫോൺ നോട്ടാണ് ഏറ്റവും കൂടുതൽ. കാരണം എല്ലാവരും തലമുമ്പിട്ടിട്ട് ഫോൺ നോക്കുക, അല്ലെങ്കിൽ വായിക്കുക, എഴുതുക, കമ്പ്യൂട്ടർ നോക്കുക, അങ്ങനെ ഓരോ ജോലിയിലും നമ്മൾ കഴുത്ത് ബെൻഡ് ചെയ്യുന്ന അവസ്ഥയിൽ പൊതുവെ കഴുത്ത് വേദന വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കൂടുതൽ കഴുത്ത് ബെൻഡ് ചെയ്യാതെ കണ്ണിൻ്റെ നേരെ വരുന്ന രീതിയിൽ ഫോൺ വെക്കുക. അതുപോലെ തന്നെ നമ്മൾ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഫോൺ കണ്ണിൻ്റെ നേരെ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. കൂടുതൽ കുമ്പിടുന്ന സമയത്ത് നമ്മുടെ കഴുത്തിൻ്റെ മസിൽസ് കൂടുതൽ സ്ട്രെയിൻ വരികയാണ് ചെയ്യുന്നത്. അത് കഴുത്ത് വേദന കൂട്ടാൻ ഒരു കാരണമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തലയിൽ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ചില ആളുകൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കുക, കുളി കഴിഞ്ഞിട്ട് എണ്ണ തേക്കുക, ഇതൊക്കെ കഴുത്ത് വേദന കൂട്ടുന്നതാണ് എന്നാണ് അനുഭവത്തിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നീർവീഴ്ച കൂട്ടുകയും കഴുത്തിലേക്കുള്ള ഇൻഫ്ലമേഷനൊക്കെ കൂട്ടുകയും ചെയ്യുന്നു. പിന്നെ പൊതുവെ ഉച്ച സമയത്തും വൈകിട്ട് സമയത്തൊക്കെ തല നനയ്ക്കുന്നതും ബുദ്ധിമുട്ടുകൾ കൂട്ടുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് കാലത്ത് ഒരു 9:30-ക്കുള്ളിലൊക്കെ ഇളം ചൂടുവെള്ളത്തിലൊക്കെ തല കുടിക്കുക. ആഴ്ചയിൽ 2-3 തവണയൊക്കെ മതി തല കുടിക്കുക, കഴുത്ത് വേദന കൂടുതലുള്ള ആളുകൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തലയണ പ്രോപ്പറായിട്ടുള്ള തലയണ യൂസ് ചെയ്യുക. അതായത് കൂടുതൽ ഉയരത്തിലുള്ളതോ അല്ലെങ്കിൽ തീരെ താഴ്ച ആയത് ഉപയോഗിക്കാതെ കഴുത്തിൻ്റെ പുറകിൽ ഒരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കുക. അതായത് തലയും നമ്മുടെ ദേഹവും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ബെഡ്ഷീറ്റ് മടക്കിയൊക്കെ സപ്പോർട്ട് പോലെ കൊടുക്കുക. സെർവിക്കൽ പില്ലോ വളരെയധികം ഉപകരിക്കും ഈ കഴുത്ത് വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചൂട് വെച്ച് കൊടുക്കുക. ചൂട്, ചിലവർക്ക് തണുപ്പ്, അതായത് പൊതുവെ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ്റെ ഒരു അവസ്ഥയിലൊക്കെ ഐസ് പാക്ക് വെക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ആ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് ചൂട് വെക്കുന്നതൊക്കെ നല്ലതാണ്.